അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ് നമ്മൾ ആസന്നമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം അത് സുന്നത്താണെന്ന് ഒട്ടനവധി ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഹദീസുകളും കാണാം. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെപ്പോലെയല്ല എന്ന് റസൂലുള്ളാഹി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ ബി റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് ആയിഷ ബി പറഞ്ഞു, ഫഖാലു ഇന്നക തുവാസിലുയ, നിങ്ങൾ നബിയെ തങ്ങൾ വസൽ ചെയ്യുന്നവരാണ്. ഒരു നോമ്പ് മുറിച്ച് കഴിയുന്നതിന് മുമ്പ് മറ്റൊരു നോമ്പ് നോക്കാം. ഇത് റസൂലുള്ളാഹിൽ കണ്ടപ്പോൾ ആ നോമ്പ് മുറിക്കാതെ മറ്റൊരു നോമ്പ് തുടർച്ചയായിട്ട് നോക്കുന്നതിൽ അത് ഹറാമാണ്. ഇത് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി ലസ്തു കഹയ്യത്തിക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. അപ്പോൾ റസൂലുള്ളാഹി നിങ്ങളെപ്പോലെയല്ല എന്ന് വളരെ വ്യക്തം. റസൂലുള്ളാഹി ഞങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആ റസൂലുള്ളാഹിനെ മദ്ഹ് പറയുന്നതിൽ സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹിനെ മദ്ഹ് റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദം സന്താനാണ്, ഞാൻ സയ്യിദ് ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ പുകഴ്ത്തി റസൂലുള്ളാഹി പറഞ്ഞതാണ്. അത് തന്നെയാണ് മൗലിദ് എന്ന് പറയുന്നത്. അത് മഹാന്മാരുടെ പറ്റി പറയുക എന്നുള്ളത്. റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹുവിനെ മൗലിദ് പാരായണം ചെയ്തിട്ടുണ്ട്, മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു വളരെ ഉന്നത വ്യക്തിയാണെന്ന് റസൂലുള്ളാഹി അത് വളരെ വ്യക്തമായിട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞത്. ഇങ്ങനെ നിരവധി ഹദീസുകൾ കാണാം. മാത്രമല്ല ഖുർആനിൽ സൂറത്ത് യൂനുസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെന്താക്കുക, നിങ്ങൾ കുൽ ബി ഫളില്ലാഹ് വബി റഹ്മത്തിഹി വബിദാലിക ഫൽയഫ്റഹു. യൂനുസിൽ 58-ാമത്തെ ഹദീസ് ആയത്താണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഫضൽ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ഫضലുല്ലാഹി അൽ ഇൽമു വ റഹ്മത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹമ്മദിനാണ്. ആ മുഹമ്മദ് നബി നിങ്ങൾ പറയൂ, മുഹമ്മദ് നബിയുടെ ജന്മത്തിനെ സംബന്ധിച്ച് പറയൂ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇത് റൂഹുൽ മആനിയുടെ വളരെ വ്യക്തമായിട്ട് 141-ാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ബഹ്റുൽ മുഹീത്തിൽ കാണാം, റൂഹുൽ മആനിൽ കാണാം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ സംബന്ധിച്ചവരാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മദ്ഹ് പറയുന്നതിന് മസ്ജിദ് നബവിയിൽ ഒരു മിഹ്റാബ് തന്നെ കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. ഈ മിഹ്റാബിൽ ഇരുന്നുകൊണ്ടാണ് റസൂലുള്ളാഹിനെ പുകഴ്ത്തി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പാടുകയും റസൂലുള്ളാഹിനെ മദ്ഹ് പറയുകയും റസൂലുള്ളാഹി അദ്ദേഹത്തിന് മുസല്ല ദാനം ചെയ്യുകയും ചെയ്തത് വളരെ വ്യക്തമായ ഹദീസിൽ പ്രതിപാദിക്കുന്നതാണ്. മാത്രമല്ല ഒട്ടനവധി മുഹദ്ദികളും ഒട്ടനവധി ഗ്രന്ഥങ്ങളിലും ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ നാം ഈ റബീഉൽ അവ്വൽ 12 ദിവസത്തിൽ റസൂലുള്ളാഹിനെ മദ്ഹ് പാടണം. എല്ലാം സഹാബാക്കൾ മുഴുവനും കാണാം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് എപ്പോഴും പറയുന്നവരായിരുന്നു. റബീഉൽ അവ്വൽ ആസന്നമായാൽ എല്ലാ കുടുംബമിത്രാദികളൊക്കെ കൂട്ടിരുത്തി സഹാബാക്കളുടെ ജോലി അതായിരുന്നു. എല്ലാ റസൂലുള്ളാഹിൻ്റെ ജന്മദിനത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുക, ജന്മദിനത്തിലെ എല്ലാ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ പറയുന്നതും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹിൻ്റെ സഹാബാക്കളുടെ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അള്ളാഹു നമ്മെ ഇതേപോലെ റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ പാടുന്ന മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.